രണ്ടു കൂട്ടരും കൂടി ചേർന്ന് ഒരുമിച്ചൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഈ ക്യാമ്പയിൻ നടത്തിയതെന്ന സംശയം സ്വാഭാവികമായിട്ട് എനിക്കുണ്ട്. അദ്ദേഹത്തിനെതിരായി നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടി അനുവാദത്തോടു കൂടി ആ കാര്യവും തുടർന്ന് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ BJP നേതാക്കൾക്കെതിരായിട്ടുള്ള നിയമ നടപടിക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ അത് സ്വാഭാവികമായിട്ടും അത്തരം ചില കാര്യങ്ങൾ പറയണമെന്നാണ് വിചാരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, വ്യക്തിപരമായൊരു ശത്രുതയൊന്നും വെച്ചുകൊണ്ടല്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആളുകളുടെ യഥാർത്ഥ പ്രച്ഛന്നവേഷമില്ലാത്ത യഥാർത്ഥ മുഖം അത് നാട്ടിലെ ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാ കാലവും ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വ്യാജമായ ഒരു പ്രതീതി സൃഷ്ടിച്ചു വെച്ചിട്ട് ഏത് നിലയിലേക്കുള്ള കാര്യങ്ങളും ചെയ്യാം എന്ന് ഒരാൾ വിചാരിക്കുന്നത് അത്ര ഭംഗിയല്ല ജനാധിപത്യത്തിൽ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യം ആലോചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷം അത് തുടർച്ചയായി ഓരോരോ കാര്യങ്ങൾ പറയണം എന്നാണ് വിചാരിക്കുന്നത്. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPയും അതുപോലെ UDFന്റെ സ്ഥാനാർത്ഥി നടത്തിയ നിരന്തരമായ അധിക്ഷേപപരമായിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. അത് ഏറ്റവും ഗൗരവതരമായി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJP സ്ഥാനാർത്ഥി അരുൺ അനിരുദ്ധൻ, BJPയുടെ നേതാക്കളായ അഡ്വക്കേറ്റ് ഗണേഷ് കുമാർ, ജയകൃഷ്ണൻ, ഈ മൂന്ന് പേരാണ് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുന്ന വിധത്തിലും പരിപൂർണമായും കളവായ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ചട്ടം ലംഘിക്കുന്ന വിധത്തിൽ പ്രസംഗിക്കുകയും BJP സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി G. സുധാകരൻ പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ ജാതിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യം വന്നു. സ്ഥാനാർത്ഥി എന്നെയും ആക്ഷേപിക്കുന്ന നിലയിലേക്ക് പല ഘട്ടമായി സംസാരിച്ചു. ഈ രണ്ടു കൂട്ടരുടെയും പ്രസ്താവന നോക്കിയാൽ തീവ്രവാദ ബന്ധം ഉണ്ടെന്ന് പറയുന്ന സാഹചര്യം. കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കേസിൽ അതിലെ പ്രതികളായിരിക്കുന്ന ചില ആളുകൾ എന്റെ ബന്ധുക്കളാണ് എന്ന ഗുരുതരമായ പരാമർശം ഉൾപ്പെടെ തെറ്റായ നിലയിലേക്ക് പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ് വന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ആവശ്യമായി നിയമപരമായ ഒരു പരിശോധന നടത്തുകയും അതിന്റെ അഭിപ്രായം തേടുകയും ചെയ്തു. അതിന്റെ ഭാഗമായി നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ BJP സ്ഥാനാർത്ഥി അരുൺ അനിരുദ്ധൻ, അഡ്വക്കേറ്റ് ഗണേഷ് കുമാർ, BJP നേതാവ് ജയകൃഷ്ണൻ, ഈ മൂന്ന് പേർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ നിശ്ചയിച്ചു. കോടതി വഴി മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനും പോലീസ് സൂപ്രണ്ടിന്, ജില്ലാ പോലീസ് മേധാവിക്ക് പോലീസ് നേരിട്ട് പരാതി നൽകാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ നടപടി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം മുതൽ അവസാനം വരെ, ഏറ്റവും അവസാനം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയ്ക്കെതിരെയും ജാതിപരമായ നിലയിലേക്കുള്ള പരാമർശമാണ് നടത്തിയത്. സ്ഥാനാർത്ഥിയായ എന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന നിലയിലേക്ക് സംസാരിക്കുന്ന സാഹചര്യം വന്നു. അതുപോലെ തന്നെ മറ്റു ചില സംഘടനകളുമായി എനിക്ക് ബന്ധമുണ്ട് എന്ന അർത്ഥം വരുന്ന രീതിയിലേക്ക് സംസാരിച്ചു. ഇത് BJP നടത്തിയ സ്റ്റേറ്റ്മെന്റിനോട് ചേർന്ന് അദ്ദേഹം നടത്തിയായിട്ടാണ് തോന്നുന്നത്. രണ്ടു കൂട്ടരും കൂടി ചേർന്ന് ഒരുമിച്ചൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഈ ക്യാമ്പയിൻ നടത്തിയതെന്ന സംശയം സ്വാഭാവികമായിട്ട് എനിക്കുണ്ട്. അദ്ദേഹത്തിനെതിരായി നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടി അനുവാദത്തോടു കൂടി ആ കാര്യവും തുടർന്ന് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ BJP നേതാക്കൾക്കെതിരായിട്ടുള്ള നിയമ നടപടിക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ അത് സ്വാഭാവികമായിട്ടും അത്തരം ചില കാര്യങ്ങൾ പറയണമെന്നാണ് വിചാരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, വ്യക്തിപരമായൊരു ശത്രുതയൊന്നും വെച്ചുകൊണ്ടല്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആളുകളുടെ യഥാർത്ഥ പ്രച്ഛന്നവേഷമില്ലാത്ത യഥാർത്ഥ മുഖം അത് നാട്ടിലെ ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ്
എല്ലാ കാലവും ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വ്യാജമായ ഒരു പ്രതീതി സൃഷ്ടിച്ചു വെച്ചിട്ട് ഏത് നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് ഒരാൾ വിചാരിക്കുന്നത് അത്ര ഭംഗിയല്ല ജനാധിപത്യത്തിൽ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യം ആലോചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷം അത് തുടർച്ചയായി ഓരോരോ കാര്യങ്ങൾ പറയണം എന്നാണ് വിചാരിക്കുന്നത്.